പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 243 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ കജേറ്റിന് ശേഷം ഈ ആഴ്ച സ്പെയിനിലെ കാസ്റ്റലയിലെ വിശുദ്ധ ഡൊമിനിക്കിനെ കുറിച്ചാണ്. 1775 സ്പെയിനിലെ കാസ്റ്റലയിലെ പ്രസിദ്ധമായ ഇസ്ലാൻ കുടുംബത്തിലാണ് ഡൊമിനിക് ജനിച്ചത്. ഒസ്മായിലെ ഒരു കാനോൻ റെഗുലറായിരുന്നു ഡൊമിനിക്. പിന്നീട് ഡൊമിനിക്കൻ സന്യാസ സഭ സ്ഥാപിക്കുകയുണ്ടായി. 1216 ലോക പ്രശസ്തമായ സഭയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത്. ഫ്രാൻസിസ്കൻ സഭയ്ക്കൊപ്പം മധ്യകാലഘട്ടങ്ങളിലെ അതിശക്തമായൊരു സഭയായി വളർന്ന ഈ സഭ വിശുദ്ധ വിൻസെന്റ് ഫെറർ അടക്കമുള്ള നിരവധി മഹാരഥന്മാരായ സുശേഷകരെ തിരുസഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സന്യാസപരമായ ദാരിദ്ര്യത്തിലൂടെയും ദൈവജനത്തിന്റെ പ്രബോധനം വഴിയും ഈ സുശേഷകർ നിരവധി ആളുകളെ ക്രിസ്തുവുമായി അടുപ്പിച്ചു. സമകാലികരായ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസും തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വങ്ങളാലും തങ്ങളുടെ ആത്മീയ സ്ഥാപനങ്ങൾ വഴിയും മതപരമായ ഒരു നവചൈതന്യം കൈവരുത്തി. വിശുദ്ധ ഡൊമിനിക്കിന്റെ എളിമയും ചിന്തയുടെ വ്യക്തതയും കത്തിച്ചൂലിക്കുന്ന ആവേശവും ഡൊമിനിക്കൻ സഭയുടെ പൈതൃകമായിരുന്നു. 1814 പരിശുദ്ധ വിശുദ്ധ ഡൊമിനിക്ക് വഴിയാണ് ജപമാല നമുക്ക് നൽകിയത്. വിശുദ്ധനെ പറ്റി ഐതിഹ്യപരമായിട്ടുള്ള കഥ നിലവിലുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ ഡൊമിനിക്കിന്റെ മാതാവ് ഒരു സ്വപ്നം കണ്ടു. തന്റെ പല്ലുകൾക്കിടയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തം കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു നായ്ക്കുട്ടിയാണ് താൻ ഉദരത്തിൽ വഹിക്കുന്നതെന്നും അതിന് ജന്മം നൽകിയപ്പോൾ അത് ഈ ലോകം മുഴുവൻ അഗ്നിക്കിരയാക്കി എന്നുമായിരുന്നു അവൾ കണ്ട സ്വപ്നത്തിന്റെ സാരം. തന്റെ പ്രഘോഷണങ്ങൾ വഴിയും തന്റെ വിശുദ്ധമായ മാതൃക വഴിയും നിരവധി രാഷ്ട്രങ്ങളെ ക്രിസ്തീയ സഭയുടെ പ്രകാശത്തിൽ ജ്വലിപ്പിക്കുവാനുള്ള ഡൊമിനിക്കിനെയാണ് ഈ സ്വപ്നം മുൻകൂട്ടി വെളിപ്പെടുത്തിയത്. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഫ്രാൻസിലെ കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച സാമൂഹ്യ തിന്മയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയർന്നിരുന്ന അൽബിജീനിയൻ മതവിരുദ്ധവാദത്തെയും ശക്തമായി പ്രതിരോധിക്കുകയും പാശ്ചാത്യ ക്രിസ്തീയതയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സ്പാനിഷ് വൈദികരും താപസനുമായിരുന്ന മിസ്റ്റർ ഡൊമിനിക്. ഏതാണ്ട് 1215 മിസ്റ്റർ ഡൊമിനിക് ആണ് ദി ഓർഡർ ഓഫ് ഫ്രിയാഡ് പ്രീച്ചേഴ്സ് എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത്. സിസ്റ്റേൻ സന്യാസിയിൽ നിന്നും വിഭിന്നമായി ശാരീരികമായ പ്രയത്നങ്ങൾക്ക് പകരം തന്നെ പ്രഘോഷണങ്ങളും അധ്യാപനവുമായി കഴിയുവാനാണ് തന്റെ സന്യാസിമാരെ വിശുദ്ധൻ ഉപദേശിച്ചത്. രക്തസാക്ഷി പട്ടികയിലെ വിവരമനുസരിച്ച് ബൊളോണയിലെ ദിവ്യനായ കുംഭസാരകനും ഒരു പണ്ഡിതനും പ്രീച്ചേഴ്സ് സഭയുടെ സ്ഥാപകനുമായിരുന്ന ഡൊമിനിക് തന്റെ വിശുദ്ധി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും മരിച്ചുപോയ 3 പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ദൈവാനുഗ്രഹം ലഭിച്ചതെന്നും വിശുദ്ധനെ വിശേഷിപ്പിക്കുന്നു. തന്റെ വാക്കുകൾ കൊണ്ട് മതവിരുദ്ധതയെ അതിന്റെ മുളയിലെ തന്നെ നശിപ്പിക്കുവാനും നിരവധി പേരെ ഭക്തിയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരാനും വിശുദ്ധന് സാധിച്ചു. 1221 ഓഗസ്റ്റ് 6 ബൊളോണയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ സുഹൃത്തു കൂടിയായ ഗ്രിഗറി 9 ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. പറഞ്ഞു കഴിഞ്ഞ അപവാദങ്ങളും ചീത്തവാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കാനാകില്ല. ആരെ പറ്റിയാണോ പറഞ്ഞത് അവർ മാപ്പ് തന്നാൽ പോലും പറഞ്ഞ വാക്കുകൾ മാഞ്ഞു പോകുന്നില്ല. ചില വീഴ്ചകളും തകർച്ചകളും ഒക്കെ നമ്മൾ ഉൾക്കണ്ണ് തുറപ്പിക്കും. ഇതിൽ ചിലതെല്ലാം നമ്മുടെ വളർച്ചയ്ക്കും കാരണമാകും. ഇതൊന്നും നമ്മുടെ ഊർജം ഇല്ലാതാക്കരുത്. നേടാനുള്ളത് നാം നേടും. നമുക്കതിന് സാധിക്കും. ഏവർക്കും നന്ദി.